നമസ്കാരം, ഞാൻ ആര്യ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ഉണ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്നത്തെ സൊസൈറ്റിയിൽ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഈ യങ്സ്റ്റേഴ്സിന്റെ സൂയിസൈഡ് തോട്ട്സ് കൂടി വരുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സൂയിസൈഡ് റേറ്റ് കൂടി വരികയാണ്. അക്കാഡമിക് പ്രഷർ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഡിപ്രഷൻ, ലോൺലിനെസ്, ആൻസൈറ്റി, കരിയർ കൺഫ്യൂഷൻ, സോഷ്യൽ മീഡിയ കമ്പാരിസൺ എന്നീ കാരണങ്ങളെല്ലാം യങ്സ്റ്റേഴ്സിന്റെ മെന്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. എപ്പോഴും സൂയിസൈഡ് ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ മരിക്കണമെന്ന ഉദ്ദേശത്തിലല്ല, അവരനുഭവിക്കുന്ന അൺബിയറബിൾ ആയിട്ടുള്ള ഇമോഷണൽ പെയിന് അവസാനിക്കണമെന്ന് കരുതിയിട്ടാണ്. ഇവിടെ യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്നത് അക്കാഡമിക് പ്രഷർ തന്നെയാണ്. റാങ്ക്, മാർക്ക്, കോമ്പറ്റേറ്റീവ് എക്സാം, എൻട്രൻസ് എക്സാം, ജോബ് സെക്യൂരിറ്റി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സ് ഒരു സ്ലോലി ആയിട്ട് അവരുടെ മൈൻഡിൽ വരുന്ന ഒരു ബിലീഫ് പറയുന്നത്, ഞാൻ വിജയിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വാല്യുബിൾ അല്ല എന്ന രീതിയിലാണ്. ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാൻ സൊസൈറ്റി പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു സെറ്റ് ബാക്ക് പോലും അവർക്ക് നല്ല രീതിയിൽ ഇമോഷണൽ ക്രൈസിസ് ഉണ്ടാക്കുന്നു. അതായത് ജോബിലുണ്ടാവുന്ന റിജക്ഷനോ അല്ലെങ്കിൽ എക്സാം ഫെയിലിയറോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ നല്ല രീതിയിൽ ഇമോഷണലി ഡൗൺ ആക്കുന്നുണ്ട്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കമ്പാരിസൺ. നമുക്കറിയാം, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനും ഇൻഫോർമേഷൻസ് ഇങ്ങോട്ട് നമ്മൾ മനസ്സിലാക്കാനും നമ്മൾ അറിയാനും എല്ലാം സോഷ്യൽ മീഡിയൻ്റെ ഹെൽപ്പ് വഴിയാണ്. പക്ഷേ ഇപ്പോഴുള്ള ചില യങ്സ്റ്റേഴ്സിന് സോഷ്യൽ മീഡിയ മെൻ്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നീ പ്ലാറ്റ്ഫോമിലൊക്കെ അവരവരുടെ ലൈഫ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അവരുടെ ഹാപ്പിനെസ്, അവരുടെ അച്ചീവ്മെന്റ്, അവരുടെ സക്സസ് എല്ലാം പെർഫെക്റ്റ് ആയി കാണിക്കുമ്പോൾ ഈ യങ്സ്റ്റേഴ്സ് കരുതുന്നത്, അവരാലോചിക്കുന്നത് നമ്മളെ ലൈഫായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. എൻ്റെ ലൈഫിൽ അച്ചീവ്മെന്റ് ഒന്നും കിട്ടുന്നില്ല, അവരുടെ ലൈഫിൽ അച്ചീവ്മെന്റ് കിട്ടിയല്ലോ, ഞാൻ ഇനഫ് അല്ല, ഞാൻ എവിടെയും എത്തിയിട്ടില്ല, അവരവരുടെ ലൈഫിൽ എല്ലാം നേടിയെടുക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ അവർക്ക് വരും. ഈ തോട്ട്സ് എല്ലാം കൂടി വരുമ്പോൾ അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീലും ഡിപ്രഷനിലേക്കും കാരണമാകുന്നു. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യങ്സ്റ്റേഴ്സിനെ ഫേസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അവരെ നല്ല രീതിയിൽ ഡീപ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് റിജക്ഷൻ, ബിട്രൈവൽ, അതുപോലെ തന്നെ ബ്രേക്കപ്പ് എന്നീ കാരണങ്ങളൊക്കെ അൺബിയറബിൾ ആയിട്ട് ഇമോഷണൽ പെയിന് ഉണ്ടാക്കുന്നതാണ്. എക്സ്പെഷ്യലി ഇമോഷണൽ ഡിപ്പെൻഡൻസി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ റിലേഷൻഷിപ്പ് ലോസ് വരുമ്പോൾ അവിടെ ഒരു ഇമോഷണൽ ക്രൈസിസ്, എക്സ്പെഷ്യലി ഇമോഷണൽ ഡിപ്പെൻഡൻസി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവിടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസുമായി മാറിയേക്കാം. അതുപോലെ തന്നെ അവര് പെട്ടെന്ന് നല്ലൊരു റിലേഷൻഷിപ്പ് വേണേ, നല്ല രീതിയിൽ അറ്റാച്ച്മെന്റ്, നല്ലൊരു ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരു ഹാപ്പിനെസ് ഒക്കെ കിട്ടുന്ന ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് ഒരു നിമിഷം ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു റിജക്ഷൻ സംഭവിക്കുമ്പോൾ അത് നല്ല രീതിയിൽ അവരെ തകർക്കും, അവരെ ഒരു മെന്റലി ഡൗൺ ആക്കി മാറ്റും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഇന്നത്തെ യങ്സ്റ്റേഴ്സ് കൂടുതലും ഓൺലൈൻ കണക്റ്റഡ് ആണ്. അതായത് ഓൺലൈൻ കണക്റ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓൺലൈനിൽ കുറെ ഫോളോവേഴ്സ് ഉണ്ട്, കുറെ ഓൺലൈൻ ഫ്രണ്ട്സ് ഉണ്ട്, എന്നാൽ ഒരു ജെന്യൂൻ ആയിട്ട് ഒരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്ന തരത്തിലുള്ള ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് സൈലന്റ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം ഇമോഷണൽ എംപ്റ്റിനെസ്, ലോൺലിനെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ എന്നിങ്ങനെയാണ്. ഈ കാര്യങ്ങളെല്ലാം കൂടുന്ന ടൈമിൽ അവർക്ക് ഹോപ്പ്ലെസ്നെസ് ഫീല് വരാം. അതുപോലെ തന്നെ ഒരു ഓപ്പൺ ആയിട്ട് പറയാൻ, എൻ്റെ ഫീലിങ്സ് സംസാരിക്കാൻ ഒരാളില്ല എന്നുള്ളൊരു തോന്നലും വരും. വേറൊരു കാര്യം മെന്റൽ ഹെൽത്ത് എന്ന് ഇപ്പോഴും ഒരു സ്റ്റിഗ്മ വിഷയം തന്നെയാണ്. നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അത് വീക്കായി പോകൂ, നമ്മളെ ആളുകൾ ജഡ്ജ് ചെയ്യൂ, ഫാമിലി നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കൂ
ഞാൻ തെറാപ്പിക്ക് പോകുന്നത് തെറ്റാണോ ശരിയാണോ എന്നിങ്ങനെയുള്ള പേടി കാരണം അവർ അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ്, വിഷമങ്ങള്, അവർ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉള്ളിലൊതുക്കും, ആരോടും ഓപ്പൺ ആയിട്ടൊന്നും സംസാരിക്കാതെ. ഇവിടെ ഇങ്ങനെ ഓ ഇവിടെ അവര് പുറത്ത് നോർമൽ ആയിരിക്കാം, നോർമൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, പക്ഷെ ഉള്ളില് ഇമോഷണൽ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ പുറത്ത് അവർ നോർമൽ ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക, പക്ഷെ അവർ ഉള്ളിൽ ഇമോഷണലി ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്തൊക്കെ വാർണിംഗ് സൈൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതാണ് സഡൻ ഐസൊലേഷൻ. അതായത് ചിലർ പെട്ടെന്നൊരു ഐസൊലേറ്റ് ആവണം എന്ന് തോന്നുക, മാറിയിരിക്കണം എന്ന് തോന്നുക എന്ന രീതിയിലേക്കൊരു തോന്നൽ വരുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് എക്സസീവ് ആയിട്ടുള്ള സങ്കടം, എക്സസീവ് സാഡ്നെസ്, പിന്നെ സ്ലീപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, പെട്ടെന്ന് ദേഷ്യം വരുന്നത്, അതുപോലെ തന്നെ ഹോപ്പ്ലെസ്നെസ് ആയിട്ടുള്ള സംസാര രീതി, അതായത് മടുത്ത് എനിക്ക് ഇനി മുമ്പോട്ടൊന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സംസാരം, പിന്നെ ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് മുമ്പ് ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ പോലും ഒരു താല്പര്യക്കുറവ് കാണിക്കുന്നത്, അതൊക്കെ ഈ ഒരു സയൻസ് അല്ലെങ്കിൽ ഈ ഒരു വാർണിംഗ് സയൻസ് കാണുകയാണെങ്കിൽ നമ്മൾ ഇതിനെ തമാശയായിട്ട് കാണാതെ നമ്മൾ ഇതിനെ ഗൗരവത്തോടു കൂടി ഒന്ന് ഒബ്സർവ് ചെയ്യുക, ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് അഡ്വൈസ് മാത്രമല്ല വേണ്ടത്, അതിൻ്റെ കൂടെ അവർക്ക് ആവശ്യമുള്ളത് ഒരു ഇമോഷണൽ സേഫ്റ്റി ആണ്, വാലിഡേഷൻ ആണ്, പിന്നെ അതുപോലെ ലിസണിങ് ആണ്, പിന്നെ വേണ്ടത് സപ്പോർട്ട് വിത്തൗട്ട് ജഡ്ജ്മെന്റ് ആണ്. ഒരു ജെനുവിൻ ആയിട്ടുള്ള കോൺവെർസേഷൻ അവരെ ലൈഫിനെ സേവ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു പാരൻസ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൊസൈറ്റി ആയിക്കോട്ടെ, അവരുടെ ഫീലിങ്സ് ഒന്ന് കേൾക്കാനുള്ള ഒരു ടൈം. അവർ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, എന്ത് പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ഒരാളുണ്ട് എന്നതായിരിക്കണം. വേറൊരു കാര്യം പറയാനുള്ളത്, സൂയിസൈഡ് തോട്ട്സ് എന്ന് പറയുന്നത് അറ്റൻഷൻ സീക്കിംഗ് അല്ല. അവിടെ ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഇമോഷണൽ പെയിനിന്റെ സൈൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അവരെ കേൾക്കുക, പിന്നെ അവർക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്.